മണ്ണിനടിയിൽ അടക്കം ചെയ്ത മൃതദേഹങ്ങൾ പോലും പുറത്തെടുത്ത് ഭക്ഷിക്കുന്ന ഒരു ഭീമൻ പല്ലി. ലോകത്തിലെ ഏറ്റവും വലിയ പല്ലിവർഗമായ കൊമോഡോ ഡ്രാഗണുകളെ കുറിച്ചാണ് ഇന്നത്തെ സംസാര വിഷയം. ഈ ഭീമൻ പല്ലികളുടെ വിചിത്രമായ ഒരു സ്വഭാവം കാരണം കൊമോഡോ ദ്വീപിലെ ജനങ്ങൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ ചില പ്രതിസന്ധികൾ നേരിട്ടിരുന്നു. ചീഞ്ഞഴുകിയ മാംസത്തിന്റെ ഗന്ധം കിലോമീറ്ററുകൾക്കപ്പുറം പോലും തിരിച്ചറിയാൻ കൊമോഡോ ഡ്രാഗണുകൾക്ക് സാധിക്കും. മണ്ണിനടിയിലുള്ള അഴുകുന്ന മൃതദേഹങ്ങളുടെ ഗന്ധവും ഇവർക്ക് പെട്ടെന്ന് തന്നെ പിടിക്കും. കൊമോഡോ ദ്വീപുകളിലെ ഗ്രാമവാസികൾ പണ്ട് നേരിട്ടിരുന്ന ഏറ്റവും വലിയ പ്രശ്നവും ഇതായിരുന്നു. അടക്കം ചെയ്ത മൃതദേഹങ്ങൾ കൊമോഡോ ഡ്രാഗണുകൾ മാന്തി പുറത്തെടുത്ത് ഭക്ഷിക്കുന്നത് അവിടെ പതിവായിരുന്നു. സ്വന്തം പ്രിയപ്പെട്ടവരുടെ ഭൗതിക ശരീരം ഇങ്ങനെ ഭക്ഷണമാകുന്നത് കാണേണ്ടി വരിക അതൊരു വലിയ സങ്കടം തന്നെയാണല്ലോ. എന്നാൽ ആ ജനത അതിനൊരു പോംവഴി കണ്ടെത്തി. അവർ തങ്ങളുടെ ശവസംസ്കാര രീതികൾ തന്നെ പാടെ മാറ്റി. മണൽ പ്രദേശങ്ങൾ ഉപേക്ഷിച്ച് കൂടുതൽ കടുപ്പമുള്ള കളിമണ്ണുള്ള ഇടങ്ങളിൽ അവർ കല്ലറകൾ നിർമ്മിക്കാൻ തുടങ്ങി. അതിനു മുകളിൽ കൊമോഡോ ഡ്രാഗണുകൾക്ക് മാന്തിയെടുക്കാൻ കഴിയാത്ത വിധം ഭാരമേറിയ പാറക്കല്ലുകൾ അടുക്കി വെക്കുന്ന രീതിയും ആരംഭിച്ചു. 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെ വരെ ഇതൊരു വലിയ പ്രശ്നം തന്നെയായിരുന്നു ആ നാട്ടുകാർക്ക്. ഇപ്പോൾ ശവകുടീരങ്ങൾ കൂടുതൽ സുരക്ഷിതം ആക്കിയിരിക്കുന്നതിനാൽ മാന്തിയെടുക്കുന്ന സംഭവങ്ങൾ കുറവാണ്. എങ്കിലും മൃതദേഹങ്ങളുടെ മണം പിടിച്ച് കൊമോഡോ ഡ്രാഗണുകൾ ശ്മശാനങ്ങൾ സന്ദർശിക്കുന്നത് ഇപ്പോഴും അവിടെ സാധാരണമാണ്. കൊമോഡോ ഡ്രാഗണുകൾ വെറുമൊരു ശവന്തീനികൾ മാത്രമല്ല, മറിച്ച് വളരെ തന്ത്രശാലികളായ വേട്ടക്കാർ കൂടിയാണ്. പതുങ്ങിയിരുന്നുള്ള ആക്രമണമാണ് ഇവയുടേത്. ചെടികൾക്കിടയിലോ മറ്റോ പതുങ്ങിയിരുന്ന് ഇര അടുത്തെത്തുമ്പോൾ അതിവേഗത്തിൽ പാഞ്ഞെടുത്ത് അതിന്റെ കഴുത്തിലോ കാലിലോ വയറ്റിലോ കടിച്ച് അതിനെ കീഴ്പ്പെടുത്തുന്നതാണ് ഇവരുടെ രീതി. കടികിട്ടിയ ജീവിക്ക് ഓടി രക്ഷപ്പെടാൻ സാധിച്ചാലും അമിത രക്തസ്രാവം മൂലവും അണുബാധയേറ്റുമൊക്കെ അധികം വൈകാതെ തന്നെ അവ തളർന്നു വീഴുകയോ മരിച്ചു പോവുകയോ ചെയ്യും. പിന്നീട് ഇവയെ ഈ ആക്രമിച്ച കൊമോഡോ ഡ്രാഗൺ തന്നെയോ അല്ലെങ്കിൽ മറ്റൊരു കൊമോഡോ ഡ്രാഗണോ ഭക്ഷണമാക്കുകയാണ് ചെയ്യുന്നത്. പന്നികളെയും മാനുകളെയും പോത്തുകളെയും ഒക്കെയാണ് ഇവ വേട്ടയാടുന്നത്. കൂടാതെ മുട്ട വിരിഞ്ഞെത്തുന്ന കൊമോഡോ ഡ്രാഗൺ കുഞ്ഞുങ്ങളെ വലിയ കൊമോഡോ ഡ്രാഗണുകൾ പിടിച്ച് ഭക്ഷിക്കാറുണ്ട്. ഒരു കൊമോഡോ ഡ്രാഗണിന്റെ ഭക്ഷണത്തിന്റെ 10% സ്വന്തം വർഗത്തിൽ നിന്നുള്ളവർ തന്നെയാണ്. കാനിബലിസം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു സ്പീഷീസ് കൂടിയാണ് ഇവർ. വലിയ കൊമോഡോ ഡ്രാഗണുകളിൽ നിന്നും രക്ഷ നേടാൻ മുട്ട വിരിഞ്ഞയുടനെ കുഞ്ഞുങ്ങൾ വലിയ മരങ്ങളിലേക്ക് ഓടിക്കയറുന്നത് പതിവാണ്. ഒരു ആടിന്റെ വലുപ്പമുള്ള ജീവികളെയൊക്കെ മുഴുവനായി തന്നെ വിഴുങ്ങാൻ ഇവയ്ക്ക് സാധിക്കും. ഏകദേശം 15 മുതൽ 20 മിനിറ്റ് വരെ സമയമെടുക്കും ഇരയെ പൂർണ്ണമായും വിഴുങ്ങാൻ. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള തലയോട്ടിയും വികസിപ്പിക്കാൻ സാധിക്കുന്ന അന്നനാളവും ആമാശയവുമാണ് ഇങ്ങനെ വിഴുങ്ങാൻ ഇവയെ സഹായിക്കുന്നത്. ഇര വലുതാണെങ്കിൽ ഇവ ഭക്ഷിക്കുന്ന രീതിയും വേറൊന്നാണ്. തന്റെ കൂർത്ത പല്ലുകൾ ഉപയോഗിച്ച് ഇരയുടെ ശരീരത്തിൽ നിന്നും മാംസഭാഗങ്ങൾ പറിച്ചെടുത്ത് അത് ചവച്ചരക്കാതെ തന്നെ വിഴുങ്ങുന്ന രീതിയാണിത്. ഇരയുടെ എല്ലാ ഭാഗങ്ങളും ഇവ ഭക്ഷിക്കും. ഒരു മുതിർന്ന കൊമോഡോ ഡ്രാഗൺ ഒറ്റ ഇരിപ്പിൽ തന്നെ 50 കിലോയോളം മാംസം അകത്താക്കും. അതായത് സ്വന്തം ശരീരഭാരത്തിന്റെ 80% വരെ. പക്ഷെ ഇവയുടെ ദഹന പ്രക്രിയ വളരെ പതുക്കെയാണ് നടക്കുന്നത്. ഭക്ഷണം ദഹിക്കാൻ ഏകദേശം 2 മുതൽ 4 വരെ ആഴ്ചകൾ തന്നെ വേണ്ടിവരും. അതുകൊണ്ട് തന്നെ വർഷത്തിൽ 10-12 തവണ മാത്രം ഭക്ഷണം മതി ഇവയ്ക്ക്. ദഹന പ്രക്രിയ വളരെ പതുക്കെയായതിനാൽ ദഹനം പെട്ടെന്ന് നടക്കാൻ വെയിൽ കായുന്ന സ്വഭാവവുമുണ്ട് ഇവയ്ക്ക്. വയറ്റിൽ ദഹിക്കാതെ കിടക്കുന്ന രോമങ്ങളും കൊമ്പുകളും പല്ലുകളും മറ്റും ഇവ ഛർദ്ദിച്ചു കളയും. നമ്മുടെ നാട്ടിലെ ഉടുമ്പുകളുടെ അതേ കുടുംബത്തിൽപ്പെട്ടവരാണ് ഇവരും. കൊമോഡോ മോണിറ്റർ, കൊമോഡോ മോണിറ്റർ ലിസാർഡ് തുടങ്ങിയ പേരുകളിലും ഇവയെ വിളിക്കാറുണ്ട്. ശാസ്ത്രീയമായി വരാനസ് കൊമോഡൻസിസ് എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ഇന്തോനേഷ്യൻ ദ്വീപുകളായ കൊമോഡോ, റിംഗ, ഫ്ലോറസ് എന്നിവിടങ്ങളിൽ മാത്രമാണ് ഇവയെ സ്വാഭാവികമായി കാണപ്പെടുന്നത്. പൂർണ്ണ വളർച്ചയെത്തിയ കൊമോഡോ ഡ്രാഗണുകൾക്ക് 3 മീറ്റർ വരെ നീളവും
90 കിലോ വരെ ഭാരവും ഉണ്ടാകാറുണ്ട്. ഇരയെടുത്ത കൊമോഡോ ഡ്രാഗൺ ആണെങ്കിൽ ഭാരം 150 കിലോ വരെ ആകാറുണ്ട്. ആണുങ്ങൾക്കാണ് പെണ്ണുങ്ങളെക്കാൾ വലുപ്പമുണ്ടാകാറുള്ളത്. ഇവയുടെ നീളത്തിന്റെ പകുതിയോളം വാലായിരിക്കും. ഇവയുടെ പല്ലുകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. പിൻഭാഗത്തേക്ക് വളഞ്ഞ കൂർത്ത 60ഓളം പല്ലുകളാണ് ഇവയുടെ വായിലുള്ളത്. ഈ പല്ലുകളിൽ ചെറിയ ചെറിയ കട്ടിങ്ങുകളും കാണാം, ഒരു ഈർച്ചവാള് പോലെ. നമ്മൾ സസ്തനികളെ പോലെ ഭക്ഷണം ചവച്ചരക്കാൻ അണപ്പല്ലുകളൊന്നും ഇവയ്ക്കില്ല. മാംസഭാഗങ്ങൾ കടിച്ചെടുക്കാൻ പാകത്തിലുള്ള കൂർത്ത പല്ലുകളാണ് ഇവയുടെ വായ മുഴുവൻ. പല്ലുകൾ പൊഴിയുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ പകരം പുതിയ പല്ലുകൾ ആ സ്ഥാനത്ത് വളർന്നു വരും. ഇങ്ങനെ ജീവിതാവസാനം വരെ പല്ലുകളുടെ റീപ്ലേസ്മെന്റ് തുടർന്നുകൊണ്ടിരിക്കും. പാമ്പുകളെ പോലെ രണ്ടായി വിഭജിച്ച നാവ് ഉപയോഗിച്ചാണ് ഇവ മണം പിടിക്കുന്നത്. പകൽ സമയത്ത് അത്യാവശ്യം കാഴ്ചശക്തിയൊക്കെ ഉണ്ടെങ്കിലും രാത്രികാലങ്ങളിൽ വളരെ ദുർബലമായ കാഴ്ചശക്തിയാണ് ഇവയുടേത്. ഇവയുടെ കേൾവി ശക്തിയും അത്ര മികച്ചതല്ല. അതിനാൽ തന്നെ തങ്ങളുടെ നാവ് ഉപയോഗിച്ചാണ് ഭക്ഷണം തേടാറുള്ളത്. കിലോമീറ്ററുകൾ അപ്പുറത്ത് നിന്ന് പോലും മണം പിടിക്കാൻ ഇവയ്ക്ക് സാധിക്കും. കാണാൻ ഒരു മടിപിടിച്ച മന്ദഗതിക്കാരനായ ജീവിയെ പോലെ തോന്നുമെങ്കിലും മണിക്കൂറിൽ 20 കിലോമീറ്റർ വേഗത്തിൽ വരെ ഓടാൻ സാധിക്കും ഇവയ്ക്ക്. നല്ല നീന്തൽക്കാർ കൂടിയായ ഇവ 5 മീറ്ററോളം താഴ്ചയിലേക്ക് ഡൈവ് ചെയ്യാറുമുണ്ട്. മരം കയറ്റത്തിലും ഇവർ മിടുക്കന്മാരാണ്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളും സബഡൽറ്റായിട്ടുള്ള കൊമോഡോ ഡ്രാഗണുകളും. വലിയ പൂർണ്ണ വളർച്ചയെത്തിയ കൊമോഡോ ഡ്രാഗണുകൾക്ക് നല്ല ശരീരഭാരമുള്ളതിനാൽ മരം കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിലാണ് ഇവയുടെ ഇണചേരൽ കാലം. സെപ്റ്റംബർ മാസമാകുമ്പോഴേക്കും ഇവർ മുട്ടയിടാൻ തുടങ്ങും. ഒരേ സമയം 20 മുട്ടകൾ വരെ ഇടാറുണ്ട്. മറ്റ് കൊമോഡോ ഡ്രാഗണുകൾ ഈ മുട്ടകൾ കണ്ടാൽ ഭക്ഷിക്കും. അതിനാൽ വളരെ സുരക്ഷിതമായ ഇടങ്ങളിലാണ് പെൺകൊമോഡോ ഡ്രാഗണുകൾ മുട്ടയിടുന്നത്. മുട്ട വിരിഞ്ഞെത്തുന്ന കുഞ്ഞുങ്ങൾ വളരെ ചെറുതായിരിക്കും. വെറും 1.5 അടിയോളം നീളവും 100 ഗ്രാം ഭാരവും മാത്രമേ കുഞ്ഞുങ്ങൾക്കുണ്ടാവുകയുള്ളൂ. മുട്ട വിരിഞ്ഞയുടനെ കുഞ്ഞുങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും മരത്തിനു മുകളിൽ കയറിയിരിക്കും. ശത്രുക്കളിൽ നിന്നും, പ്രത്യേകിച്ച് സ്വന്തം വർഗത്തിലെ മുതിർന്നവരിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയാണിത്. പിന്നീട് ഏതാനും വർഷങ്ങൾ കുഞ്ഞുങ്ങൾ മരത്തിന്മേൽ മാത്രമാണ് തങ്ങുന്നത്. പ്രാണികളും പക്ഷികളും ചെറിയ ഉരകങ്ങളുമൊക്കെയാണ് കുഞ്ഞുങ്ങളുടെ ഭക്ഷണം. വലുതാകുന്നതോടൊപ്പം ഇവയുടെ ശരീരത്തിലെ പുള്ളികളും മാഞ്ഞുപോകും. 30 വർഷം വരെയാണ് ഇവരുടെ ആയുസ്സിന്റെ ശരാശരി. എന്നാൽ 50 വർഷത്തിലധികം ജീവിക്കുന്ന കൊമോഡോ ഡ്രാഗണുകളുമുണ്ട്. പ്രായപൂർത്തിയെത്താൻ 10 മുതൽ 11 വർഷം വരെയാണ് എടുക്കാറുള്ളത്. മുൻകാല പഠനങ്ങൾ പറഞ്ഞിരുന്നത് കൊമോഡോ ഡ്രാഗണുകളുടെ ഉമിനീരിൽ ധാരാളം ബാക്ടീരിയകൾ ഉണ്ട് എന്നും ഈ ബാക്ടീരിയകളാണ് ഇവയെ ഇര തേടാൻ സഹായിക്കുന്നത് എന്നുമായിരുന്നു. എന്നാൽ 2013 ഒരു ഗവേഷണത്തിൽ തെളിഞ്ഞത് കൊമോഡോ ഡ്രാഗണുകളുടെ വായിലെ ബാക്ടീരിയകൾ മറ്റേതൊരു ഇരപിടിയന്മാർക്കുള്ളതിന് സമാനമാണെന്നും ഇവയുടെ വായ വൃത്തിയുള്ളത് ആണെന്നുമാണ്. കൂടാതെ രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന ആന്റി കോഗുലന്റ് ഗുണങ്ങളുള്ള വിഷമുൽപാദിപ്പിക്കാനും ഇവയ്ക്കാകും എന്നും കണ്ടെത്തിയിട്ടുണ്ട്. IUCN കൺസർവേഷൻ സ്റ്റാറ്റസ് പ്രകാരം വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ കൂട്ടത്തിലാണ് ഇവയെ പെടുത്തിയിരിക്കുന്നത്. മനുഷ്യർക്ക് നേരെയുള്ള ആക്രമണം വളരെ അപൂർവമാണ്. സാധാരണയായി മനുഷ്യരെ കണ്ടാൽ ഇവർ ഓടിയൊളിക്കാറാണ് പതിവ്. 1974 മുതൽ 2002 വരെയുള്ള കാലയളവിൽ ആക്രമിക്കപ്പെട്ടത് വെറും 24 പേർ മാത്രമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ please don't forget to like and share it. Also subscribe to the channel and hit the bell icon. മറ്റൊരു ജന്തുലോക വിശേഷവുമായി വീണ്ടും കാണാം.